ഹലോ, എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനത് ഇന്നൊരു ചെറിയൊരു ഡ്രോയിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഇത് പാളിയ ഒരു ഡ്രോയിങ്ങാണ്. ഫസ്റ്റ് ടൈമാണ് വാട്ടർ കളറൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ഫ്രൂട്ടിൻ്റെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്കുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്തുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്ത മിസ്റ്റേക്കാന്ന് പറഞ്ഞാലും ഞാൻ അത്രയും ടൈമും കാര്യങ്ങളും എഫേർട്ടും എല്ലാം എടുത്ത് ചെയ്തൊരു വർക്കായതുകൊണ്ട് എനിക്കത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ ചെയ്ത ഒരു വീഡിയോയാണ് ഇത്. പിന്നെ എനിക്ക് തന്നെ അങ്ങ് നാണമാണോ ലജ്ജയാണോ എന്തൊക്കെയോ തോന്നുന്നു. എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് 11K ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിലാണ് 10K ഫോളോവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ 17K ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും ഫോളോവേഴ്സുള്ള എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ ഒരു 100 അല്ലെങ്കിൽ 200 പേര് മാത്രമാണ്. ഇത്രയും ഫോളോവേഴ്സുള്ള എൻ്റെ വീഡിയോസ് കാണുന്നത് 200 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 100 പേരൊക്കെയാണ്. ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഇത്രയും ആൾക്കാരെ ഇപ്പം കാണുന്നുള്ളൂ. ഒരു സമയത്ത് എൻ്റെ ചാനൽ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ടായിരുന്നു, നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നേരെ ഡൗൺ ആയിപ്പോയി. എന്ത് പറ്റി എന്ന് എനിക്കും അറിയില്ല. അപ്പോൾ എനിക്ക് തന്നെ അങ്ങ് നാണക്കേടാണ്. എനിക്ക് തന്നെ ഇപ്പം അങ്ങ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ലജ്ജ തോന്നിപ്പോവാണ്. മീൻസ് നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ടും എന്നെ ഫോളോ ചെയ്യുന്ന ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് ഓർക്കുമ്പം എനിക്ക് തന്നെ ഒരു ലജ്ജ. എനിവേ, എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ലൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ വീഡിയോയുടെ റീച്ച് കയറുന്നത്. അപ്പം എനിക്ക് തെറ്റുപറ്റി. ഞാൻ കുറച്ചായിട്ട് വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല, സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല. അതുകൊണ്ടൊക്കെയാണോ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നെനിക്കറിയില്ല. എനിവേ, എന്തായാലും ആകെപ്പാടെ ഞാനും നേരെ താഴോട്ട് തന്നെ പോയി. എൻ്റെ വീഡിയോസും താഴോട്ട് പോയി, എൻ്റെ വ്യൂവും താഴോട്ട് പോയി, എൻ്റെ റീച്ച് താഴോട്ട് പോയി, എൻ്റെ എല്ലാം തന്നെ താഴോട്ട് പോയി. ഇപ്പം വീഡിയോ കാണുന്നവർ പറഞ്ഞല്ലോ, ഒരു 100 പേര് അല്ലെങ്കിൽ 200 പേര് അല്ലെങ്കിൽ ഒരു 300 പേര് കഷ്ടിച്ചെത്രയാണല്ലോ ഷോർട്ട് വീഡിയോ പോലും കാണുന്നത്. അപ്പോൾ എനിക്കിനി ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തയൊക്കെ എന്നെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നില്ല, വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല. നമ്മളെത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും ഇത്രയല്ലേ ഉള്ളൂ വ്യൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് തന്നെ തോന്നുന്നില്ല. അപ്പം കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഫോളോ ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും കൂടെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എൻ്റെ ഈ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ പാളിപ്പോയൊരു ഡ്രോയിങ്ങാണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ എവിടെ നോക്കിയാലും എൻ്റെ ഫീഡ് മൊത്തമാണെങ്കിൽ ലെമണിൻ്റേത്, അതുപോലെ വാട്ടർമെലണിൻ്റേത്, സ്ട്രോബെറിയുടെയൊക്കെ ഇതുപോലെ വാട്ടർ കളറും അല്ലെങ്കിൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡ്രോയിങ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്കും അത് ചെയ്യണമെന്ന് ഭയങ്കര ഒരു മോഹം തോന്നിയിട്ടാണ് ഞാൻ അപ്പോൾ ഓർത്ത് വാട്ടർ കളർ നോക്കാമെന്ന്. അപ്പം ഞാൻ നോർമൽ പേപ്പറിലാണ് ഇത് ചെയ്തത്. പക്ഷേ വാട്ടർ കളറിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പേപ്പറൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ബ്ലെൻഡായിട്ട് ഒന്നാമത്തെ കാര്യം കിട്ടണില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കറക്റ്റ് എടുത്ത കളേഴ്സ് കറക്റ്റായിട്ട് എനിക്ക് വന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിന് ഒരുപാട് പാളിച്ച വന്നു. എന്നാലും ഞാൻ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ ഞാൻ ഓക്കെയാണ്. എന്നു ചോദിച്ചാൽ ഞാൻ അത്രയും സമയം ഇട്ട് അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു വർക്കായതുകൊണ്ട് ഞാൻ പേഴ്സണലി ഓക്കെയാണ്. ഇത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിൽ ചെയ്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അത് വിട്ടുപോയി. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ പൊക്കത്ത് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ചെറിയൊരു ബ്രൗൺ ഒരു കളറാണ് കൊടുത്തത്. അപ്പോൾ അതിലാണ് എനിക്ക് നന്നായിട്ട് പാളിപ്പോയത്. അപ്പോഴത്തേനും ഭയങ്കര കളറായിപ്പോയി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരു ബ്രൗൺ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കളറായിപ്പോയി. ഇത് സെമിയിൽ ഫൈനലിൻ്റെ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. അതും കണ്ടുകൊണ്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഞാൻ വൈറ്റ് കളറൊക്കെ വെച്ച് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് നോക്കി.
എന്നാലും അത്രയ്ക്ക് ഇങ്ങോട്ട് ആയില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ ബ്ലാങ്കായിട്ട് വന്ന സ്പേസിലൊക്കെ ഞാനിങ്ങനെ ഈ ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു വേറൊരു ഷെയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്തായാലും ഇനിയും ഞാനിത് തന്നെ ഞാൻ ട്രൈ ചെയ്യും. ബെറ്റർ ആകുന്നത് വരെ ഞാൻ എൻ്റെ ഡ്രോയിങ് ബെറ്റർ ആകുന്നത് വരെ ഞാൻ ഇനി ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയാനായിട്ട് വേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് വാട്ടർ കളർ യൂസ് ചെയ്ത് ഇങ്ങനൊരു ഡ്രോയിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.